നമുക്ക് ആ ചാനലിലേക്ക് ഒന്ന് കടക്കാം. അപ്പോൾ ഗൈസ് ആദ്യം അസുവിനാണ് ചെയ്യുന്നത്. അവന്റെ കണ്ണ് കല്ലു കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ വസുവിന് ഡ്രോയിങ് ചെയ്യാനുള്ള പേപ്പർ അരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവൻ എടുക്കുവാണ്, മിക്സ് ആക്കുന്നുണ്ട്. അപ്പൊ വസു ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തതായി കിട്ടുന്നത് അർച്ചിതയുടെ കണ്ണാണ്. ഇനി അടുത്തത് അർച്ചിതയാണ് എടുക്കുന്നത്. ഒരെണ്ണം കൂടെ എടുക്കണം. അർച്ചിലെടുത്ത 2 വെറൈറ്റി കളേഴ്സ് നമുക്ക് അർച്ചിലേക്ക് കാണിച്ചു കൊടുക്കാം. അർച്ചിലേക്ക് കിട്ടിയത് ഒരു പിങ്ക് കളറും ഒരു പച്ച പോലത്തെ കളറുമാണ്. ഗൈസ് നീരജയാണ് അടുത്തതായിട്ട് വരുന്നത്. ദേവയാണ് കെട്ടിക്കൊടുക്കുന്നത്. അടുത്തതായിട്ട് ദേവയാണ്. ദേവയ്ക്ക് കെട്ടിക്കൊടുക്കുന്നത് നീരജയാണ്. എടുത്തോ. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ കളർ ഇതാണ്. എനിക്ക് കിട്ടിയ ഇതാണ്. ദേവദുർഗയ്ക്ക് കിട്ടിയത് ഒരു പിങ്ക് കളറും ഒരു പർപ്പിൾ കളറുമാണ്. എനിക്ക് കിട്ടിയ ഒരു ബ്ലൂ ഷെയ്ഡ് പോലത്തെ വന്നിട്ട് ഒരു പിങ്ക് കളറാണ്. എനിക്കൊരു ബ്ലൂവും സ്കിൻ കളറുമാണ്. എനിക്ക് പച്ചയും പർപ്പിളുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഈ പടം ഒന്ന് കളർ അടിച്ചിട്ട് കാണിച്ചു തരാം. പടം ക്യാരറ്റ് ആണ്. അപ്പൊ ഇവിടെ എല്ലാരും കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടം വരത്തി ദേവേ? കാണിക്കലേ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത് കവി. നീ എവിടം വരത്തി വസുവേ? ഞാൻ പകുതി എത്തിയോളൂ. അങ്ങനെ കിട്ടി നല്ല വളം. കല്ലുവേ എവിടം വരത്തി? എനിക്ക് ഇനി ഇതും കൂടെ അടിച്ചാണ്. ഓക്കെ. ഗൈസ് ഇത് വസു വരച്ചതാണ്. പിന്നെ ഇത് അർച്ചിത വരച്ചതാണ്. ഇത് ഞാൻ വരച്ചതാണ്. നീരജ അവരുടെ അമ്മ വിളിച്ചപ്പോൾ വീട്ടിലോട്ട് പോയി, അതുകൊണ്ട് നീരജയുടെ ഫോട്ടോ കാണിക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല ടൈമും ഇല്ലായിരുന്നു നീരജയുടെ ഫോട്ടോ കാണിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് പിക്ചറാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.